ഒരു മുസ്ലിമിനെ മുസ്ലിമാക്കി തീർക്കുന്ന, ഇതേപോലെയുള്ള നല്ല സ്വഭാവത്തിൻ്റെ ഉടമയാക്കി തീർക്കുന്നതും സൽസ്വഭാവികളാക്കി നമ്മെ മാറ്റാൻ, മറ്റുള്ളവരെ സഹായിക്കുന്നവരാക്കി നമ്മെ മാറ്റാൻ, ജീവിതത്തിലും ഇടപാടുകളിലുമൊക്കെ എല്ലാ അർത്ഥത്തിലും സൂക്ഷ്മത പാലിക്കുന്നവരായി നമ്മെ മാറ്റുന്ന കാര്യം എന്താണ്? അതാണ് പ്രവാചകൻ പറയുന്നത്, വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. വമൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചാൽ, ഏതാണ് ആ വഴി? യൽതമിസു ഫീഹി ഇൽമൻ, ഇൽമ് തേടിക്കൊണ്ടാണ് അയാൾ ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ, അറിവ് നേടാൻ വേണ്ടിയുള്ള ഏത് സംരംഭങ്ങളും, ഇനി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇൽമു പഠിക്കാൻ വേണ്ടി ഒരാൾ ശ്രമിച്ചാൽ അതും ഈ ഹദീസിന്റെ പരിധിയിൽ വരുന്നത് തന്നെയാണ്. കാരണം അറിവിൻ്റെ വഴി തന്നെയാണ്, അറിവിൻ്റെ ഒരുപാട് വഴികളിൽപ്പെട്ട ഒരു വഴി തന്നെയാണ് ആധുനിക കാലഘട്ടത്തിലെ പുതിയ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ. അതിന് ആരെങ്കിലും മെനക്കെട്ടാൽ, വമൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന, ആ വ്യക്തിയുടെ വഴി അള്ളാഹു സ്വർഗത്തിലേക്ക് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് ഇൽമ് അന്വേഷിക്കണം. അറിവ് നേടിയാലേ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് നരകത്തിൽ പോവുക എന്നത് പഠിച്ചു മനസ്സിലാക്കേണ്ടതാണ്. ഇൽമുണ്ടെങ്കിലേ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുള്ളൂ. കാരണം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് സ്വർഗത്തിൽ പോവുക എന്ന് പഠിക്കണമെങ്കിൽ ഇൽമു വേണം.